അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. തഅരീഫുൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിന്റെ നിർവചനം. ഈ തിൽക്കൽ ഫത്രത്തുല്ലത്തി സബഖത്ത് ബിഅ്സത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തമറത് ഖറാബത ഖർനും വനിസ്ഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതിന്റെ 150 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1.5 നൂറ്റാണ്ട് മുമ്പ് വരെയാണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. വയതമയ്യസു ബിൽ അദബിൽ ഖനിയ്യ്, സമ്പന്നമായ സാഹിത്യം കൊണ്ട് സവിശേഷമായ ഒരു കാലഘട്ടമായിരുന്നു ജാഹിലിയ കാലഘട്ടം. ഖാസത്തൻ അശ്ശിഅ്റു വന്നസ്ർ, പ്രത്യേകിച്ച് ഷിഅ്റ് കൊണ്ടും നസ്ർ കൊണ്ടും. ബിർറഗ്മി മിൻ തസ്മിയതിഹിൽ ജാഹിലിയ അല്ലതി തുശീറു ഇലൽ ജഹ്ലി ദീനി വലൈസ സഖാഫി. ഒരിക്കലും സാംസ്കാരികപരമായോ വൈജ്ഞാനികപരമായോ അറിവില്ലായ്മ കൊണ്ടല്ല ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്, മറിച്ച് മതപരമായിട്ടുള്ള വിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടാണ്. ലഫ്ളു ഷിർ മിൻ ഷിയർ അൽ ഇബ്രിയ ബിമാന അത്തർത്തീല ഔ അത്തസ്ബീഹ. അഷീർ എന്ന പദം ഇബ്രു ഭാഷയിലെ ഷിയറിൽ നിന്നാണ് ഉൾത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അത്തർത്തീല അത്തസ്ബീഹ, അതായത് സ്തുതിഗീതം എന്നാണ്. അൻവാഉ ഷിർ, കവിതയുടെ ഇനങ്ങൾ. യുഖസിമു ഷിർ ഇന്ദൽ ലിഫ്രഞ്ച് ഇലാ സലാസത്തി അൻവാ. ഫ്രഞ്ചുകാർ കവിതയെ 3 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: അഷീറുൽ ഖസസി, അഷീറുൽ ഗിനാഇ, അഷീറുൽ തംസീലി. അഷീറുൽ ഖസസി അൽ മൽഹമി, ഷീറുൽ ഖസസി എന്നും മൽഹമി എന്നും പറയപ്പെടുന്നു. ഹുവ ഇബാറത്തുൻ അൻ സർദിൽ വഖായ ഔൽ ഹവാദിസ് ഫി ഷിഅരി അലാ സബീലിൽ ഖിസ്സ. കഥാരൂപത്തില് കവിതയില് സംഭവങ്ങളെ വിവരിക്കുന്ന ഒരു രീതിയാണ് അഷീറുൽ ഖസസി. ചില സമയത്ത് വസ്ൻ ഉപയോഗിച്ചുണ്ടാവും, ചില സമയത്ത് വസ്ൻ ഇല്ലാതെയും കവിത രചിക്കും. വ അക്സറുഹ ദീനിയ, അവയിൽ കൂടുതലും മതപരമായ വിഷയങ്ങളായിരിക്കും. വ അബ്താലിഹ അൽ ആലിഹ, അവയിലെ ബത്തുലുകളായിട്ട്, നായകന്മാരായിട്ട്, ഹീറോകളായിട്ട് കണക്കാക്കുന്നത് വിഗ്രഹങ്ങളെയായിരിക്കും. ലം യകുൻ ലദൽ അറബ് ഫിൽ ജാഹിലിയ ഷീറുൻ ഖസസി കമാ ലദൽ യൂനാൻ. ജാഹിലിയ കാലഘട്ടത്തിൽ ഗ്രീക്കുകാരുടെ അടുക്കൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ അറബികളുടെ അടുക്കൽ ഷീറുൽ ഖസസി ഉണ്ടായിരുന്നില്ല. ഇനി മറ്റൊരു ഇനമാണ് അഷീറുൽ ഗിനാഇ അൽ വിജ്ദാനി. ഷീറുൽ ഗിനാഇ എന്നും ഷീറുൽ വിജ്ദാനി എന്നും പറയപ്പെടുന്നു. ഹുവ നൗഉം മിന ഷിർ യുഅബ്ബിറു അനിൽ മശാഇർ വൽ അഫ്കാർ ശഖ്സിയ്യ ലിൽ മുതഹദ്ദിസ്. കവി തൻ്റെ ചിന്തകളെയും ആശയങ്ങളെയും വികാരങ്ങളെയും കേൾവിക്കാരനിലേക്കും വായനക്കാരിലേക്കും എത്തിക്കുന്ന ഒരു രീതിയാണ് അഷീറുൽ ഗിനാഇലുള്ളത്. മിസ്ലൽ ഫറഹ് വൽ ഹുസ്ൻ വൽ ഹുബ്ബ്, സ്നേഹം, സങ്കടം, സന്തോഷം പോലത്തെ വികാരങ്ങളെ. യതമയ്യസു ബിത്തർക്കീസ് അലൽ അവാതിഫ് ബദലൻ മിൻ സർദിൽ ഖസസ്. ഷീറുൽ ഗിനാഇല് കവി കഥ പറയുന്നതിനപ്പുറം തൻ്റെ വികാരങ്ങളെയാണ് വായനക്കാരിലേക്ക് എത്തിക്കാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത്. കാൻ അഗ്ലബു ഷീറുൽ അറബിൽ ഖദീം ഹുവ ഷീറുൻ വിജ്ദാനിയൻ. പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും അധികം കണ്ടുവന്നിരുന്നത് ഷീറുൽ വിജ്ദാനി അല്ലെങ്കിൽ ഷീറുൽ ഗിനാഇ ആയിരുന്നു. അഷീറു തംസീലി അൽ മസ്രഹി, ഷീറു തംസീലി അല്ലെങ്കിൽ ഷീറുൽ മസ്രഹി. വൽ ഫന്നുല്ലദി യത്തഖിദു ഷീർ ലി കിതാബത്തിൽ ഹിവാറുൽ മസ്രഹി. നാടക സംഭാഷണങ്ങളെ എഴുതാൻ വേണ്ടി കവിതയെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് അഷീറു തംസീലി. ഔ ഖസായിദുൻ തുസാഖു അല അൽസിനത്തി ശഖ്സിയാത്ത് നാതിഖ ലി തംസീലിഹ അലൽ മസ്രഹ്. അല്ലെങ്കിൽ നാടകവേദിയിൽ നാടകത്തിലെ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് അഷീറു തംസീലി അല്ലെങ്കിൽ മസ്രഹി. ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് കവിതാ രൂപത്തിലുള്ള ഒരു ഭാഷ. അവ്വലുമൻ അറഫഹു മിനൽ ഉമം ഹുമുൽ യൂനാനിയൂൻ. ആദ്യമായിക്കൊണ്ട് ഷീറു തംസീലി കൊണ്ടുവന്നത് ഗ്രീക്കുകാരാണ്. അറഫൽ അദബുൽ അറബി ഹാദൽ ലൗൻ ഷെഅരി ഫിൽ അസ്റിൽ ഹദീസ് ബഅദ ഹംലത്തി നാബിലിയൂൻ അലാ മിസ്ർ.
അറബി സാഹിത്യത്തിൽ ഷിറുൽ തംസീലി വന്നത് ആധുനിക കാലഘട്ടത്തിലായിരുന്നു. ഈജിപ്തിലേക്ക് നെപ്പോളിയൻ തൻ്റെ സന്നാഹത്തെ പ്രവേശിച്ച സമയത്താണ്. ആധുനിക കാലഘട്ടത്തിലാണ് ഷിറുൽ തംസീലി അറബി സാഹിത്യത്തിൽ വന്നിട്ടുള്ളത്. അഗ്റാദു ഷിറുൽ ജാഹിലി, ജാഹിലിയ കവിതകളുടെ ഉദ്ദേശങ്ങൾ. തഅദ്ദദത് അഗ്റാദു ഷിറുൽ ജാഹിലി വ മൗളൂഅതിഹി വ മിൻഹ. ജാഹിലിയ കാലഘട്ടത്തിലെ ഓരോ കവിതകളും വ്യത്യസ്ത ഉദ്ദേശങ്ങളിലാണ് രചിച്ചിട്ടുള്ളത്. ഫഖ്ർ, ഹമാസ, വസ്ഫ്, ഗസല്, മദ്ഹ്, റിസാ, ഹിജാ, ഖംർ, ഹിക്മ, അൽ ഇഴ്തിദാർ തുടങ്ങിയവ. അൽ ഫഖ്ർ, പൊങ്ങച്ചം കാണിക്കുക, അതായത് അഭിമാനം കൊള്ളുക. ഹുവൽ ഇഴ്തിസാസു ബിനഫ്സിഹി ഔ ബിഖൗമിഹി മിൻ ശുജാഅ വ കറം വ ഇഫ്ഫ വ ഗൈറ ദാലിക മിൻ മകാരിമിൽ അഖ്ലാഖ്. പവിത്രത, അതുപോലെ ഔദാര്യം, ധീരത പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ധാർമ്മികത കൊണ്ട് തൻ്റെയും തൻ്റെ കുടുംബത്തെയും അഭിമാനം കൊള്ളാൻ വേണ്ടി കവികൾ കവിതയെ ഉപയോഗിക്കാറുണ്ട്. അതാണ് ഫഖ്ർ എന്ന് പറയുന്നത്. ഇനി അൽ വസ്ഫ്, വിശേഷിപ്പിക്കുക, അതായത് വർണ്ണിക്കുക. അൽ ഷാഇറുൽ ജാഹിലി ഖദ് സവ്വറൽ ബിഅത്തുൽ അറബിയ തസ്വീറൻ ആമൻ. ജാഹിലിയ കാലഘട്ടത്തിലെ കവി തൻ്റെ ചുറ്റുപാടിനെയെല്ലാം കവിതയിലൂടെ ചിത്രീകരിച്ചിരുന്നു. ഇസ്തഅബ ഫീഹി ജമീഉ ലവാഹിറുൽ ഹയാത്ത് ഫീ ദാലിക്കൽ അസ്ർ. ആ കാലഘട്ടത്തിലെ ജീവിത പ്രതിഭാസങ്ങളെ മുഴുവനും ഉൾപ്പെടുത്തിയിരുന്നു. സിവാൻ കാൻ സാക്കിന അം മുതഹരിക, ചിലപ്പോൾ അത് ചലിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചലിക്കാത്ത വസ്തുവിനെ കുറിച്ചായിരിക്കാം. മിസ്ല വസ്ഫി സ്വഹ്റാ, മരുഭൂമിയെ വിശേഷിപ്പിച്ചിരുന്നു. വസ്ഫിൽ ലൈൽ, രാത്രിയെ വർണ്ണിച്ചിരുന്നു. വൽ മത്തർ, മഴയെ വർണ്ണിച്ചിരുന്നു. വസ്ഫിൽ ഇബിലി വൽ ഖൈൽ, കുതിരയെയും ഒട്ടകത്തെയും വർണ്ണിച്ചിരുന്നു. വസ്ഫിൽ ഹർബി വൽ മആരിക്, യുദ്ധങ്ങളെയൊക്കെ വിശേഷിപ്പിച്ചിരുന്നു. മറ്റൊരു ഖർലാണ് അൽ മദ്ഹ്, പുകഴ്ത്തുക. വൽ ഇഅ്ജാബു ബിശഖ്സിൻ മാ, ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നുകയും. വതഅബീർ അൻ സിഫത്തിൻ മിൻ സിഫാത്തിൽ ഹമീദ, അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായിട്ടുള്ള വിശേഷണങ്ങളെ പുകഴ്ത്തുക. മിസ്ല അൽ ജൂദ്, അൽ കർം, അൽ ഖുവ്വ, അൽ ഹിൽം വമാ ഇലാ ദാലിക, ഔദാര്യം, ശക്തി, വിവേകം തുടങ്ങിയ നല്ല കാര്യങ്ങളെ എടുത്തു പറയുക, പുകഴ്ത്തി പറയുക. മറ്റൊന്നാണ് അരിസാ, വിലാപം. വ ഇൽഹാറുൽ ഹുസ്ൻ, സങ്കടത്തെ പ്രകടിപ്പിക്കലാകുന്നു. വൽ അലമു അലാ ഫഖ്ദി അഹദിഹിം, ആരെങ്കിലും നഷ്ടപ്പെട്ടതിൻ്റെ മേൽ വേദനിക്കലാകുന്നു. വ മദ്ഹുൽ മയ്യിത്ത്, മയ്യിത്തിനെ കുറിച്ച് പ്രശംസിക്കുന്നതിനെയാണ് റിസാ എന്ന് പറയുന്നത്. വ ദക്ര ഫളാഇലുഹു, അതുപോലെ തന്നെ മരിച്ച വ്യക്തിയുടെ സവിശേഷതകൾ, ശ്രേഷ്ഠതകൾ എടുത്തു പറയുക. മുഖ്തരിനം ബിൽ ആതിഫത്തി ഷാഇറുൽ ഹസീന തുജാഉ ഫഖ്ദിഹി, കവിയുടെ വികാരത്തോടടുപ്പിച്ചാണത് പറയുന്നത്. അതായത് മരിച്ചൊരു വ്യക്തിയെ അദ്ദേഹം നഷ്ടപ്പെട്ടതിൻ്റെ മേൽ കവിക്കുണ്ടായ സങ്കടങ്ങളെ, മരിച്ച വ്യക്തിയുടെ സൽഗുണങ്ങൾ എടുത്തു പറഞ്ഞ് കവിത രചിക്കുക. അൽ ഹമാസ, ധീരത. ഹിയ സർദുൽ ബുത്തൂലാത്ത്, വീരകഥകൾ വിവരിക്കലാകുന്നു. വത്തഹദ്ദുസ് അൻ തശ്ജീ അഫ്രാദിൽ ഖബീല ലിഖിതാലിൽ അദുവ്, ഓരോ ഗോത്രങ്ങളിലെയും വ്യക്തികളെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു ഹമാസയിൽ ഉണ്ടായിരുന്നത്. അൽ ഹിജാ, ആക്ഷേപിക്കുക. ഹുവ ഖിലാഫുൽ മദ്ഹ്, പുകഴ്ത്തുക എന്നുള്ളതിനെ വിപരീതമായിരുന്നു ഹിജാ എന്നുള്ളത്. വ തഹ്കീറു ശഖ്സിൻ മാ, പ്രത്യേകമായി ഏതെങ്കിലും ഒരു വ്യക്തിയെ നിസ്സാരവൽക്കരിക്കുക എന്നത്. വ ദമ്മുഹു, അതുപോലെ അവരെ നിന്ദിക്കുക എന്നത്. ലൊഹറ ഹാദൽ ഖർള്, ഈ ഒരു ലക്ഷ്യം പ്രകടമായത് ബിസബബിൽ ഹുറൂബ്, യുദ്ധങ്ങൾ കാരണത്താലാണ്. വൽ മുനാസഅത്ത്, അതുപോലെ തന്നെ തർക്കങ്ങളിലൂടെയാണ്. വൽ അസബിയാത്തുൽ ഖബലിയ, ഗോത്ര
വിവേചനങ്ങളിലൂടെയാണ് ഹിജ എന്ന ഒരു ഖർള് പ്രത്യക്ഷപ്പെട്ടത്. വകാന ഹിജാഉഹും അഫീഫൻ മുഹസ്സബൻ ഖാലിയൻ മിനസ്സബ്ബി വശത്മ്. എന്നാൽ ഇവരുടെയെല്ലാം ഹിജാ സംസ്കാരമുള്ളതും മാന്യതയുള്ളതുമായിരുന്നു. തെറിവിളിക്കുകയിൽ നിന്നും അതുപോലെ തന്നെ മോശമായിട്ടുള്ള അസഭ്യം പറയലുകളിൽ നിന്നും ശാപവാക്കളിൽ നിന്നെല്ലാം ഒഴിവായി മാന്യമായ രൂപത്തിലായിരുന്നു ഹിജാബ് ചെയ്തിരുന്നത്. മറ്റൊന്നാണ് അൽ ഗസ്ൽ, ശൃംഗാരം. ഹുവ വസ്ഫു നിസാ, സ്ത്രീകളെ വർണ്ണിക്കലാകുന്നു. വ മദഹുന്ന, അവരെ പുകഴ്ത്തി പറയലാകുന്നു. വ തഅബീറു അൻ മശാഇരിഹി നഹ്വിഹിന്ന, കവിക്ക് ആ സ്ത്രീകളോട് തോന്നുന്ന വികാരങ്ങളെ എടുത്തു പറയലാകുന്നു. അൽ ഇഴ്തിദാർ, ക്ഷമാപണം. ഖർളുൻ യഅതി ആദത്തൻ ലിഇൽഹാരി നദ്മി അലാ ഫിഅലി ഹദസ് ഔ ഹാലും വഖഅത്. ഏതെങ്കിലും ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായതിനെക്കുറിച്ച് അതിൻ്റെ ഖേദം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അൽ ഇഴ്തിദാർ എന്നുള്ള ലക്ഷ്യം ഉണ്ടായത്, ആ ഒരു ഖർള് കവിതയിൽ വന്നിട്ടുള്ളത്. വ യുരീദുൽ മുഅ്തദിർ, ഇവിടെ ക്ഷമാപണം ചോദിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത് അൻ യബ്രിയ നഫ്സഹു, അദ്ദേഹത്തെ മോചിപ്പിക്കാനാണ്. ലിയൻജു മിനൽ ലൗം, ആക്ഷേപത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനാണ്. ഔ യുഹാവിൽ ഇസ്ലാഹുൽ ഹാൽ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ നന്നാക്കാനാണ്. ബി തഫ്സീരി ഔ ശറഹിം മഅഖൂൽ ലഹ, അതിനോട് യോജിച്ച കാരണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട്. ലികൈ യർജിഅൽ ഉമൂർ ഇലാ മറാജിഹൽ ആദി, കാര്യങ്ങളെല്ലാം പഴയതുപോലെ ആകാൻ വേണ്ടിയാണ്. ഇസ്തഹറ ബി ഹാദൽ ഖർള്, ഈ ഒരു ലക്ഷ്യത്തിൽ ഈ ഒരു ഖർളിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണ് അന്നാബിയത്തു ദുബിയാനി. വഖദ് ഇഴ്തദറ ലി മലിക് നുഅ്മാൻ ബഅദ അൻ ഹജാഹു, നുഅ്മാൻ രാജാവിനെ ആക്ഷേപിച്ചതിന് ശേഷം ക്ഷമാപണം നടത്തി കവിത രചിച്ച വ്യക്തിയാണ് നാബിഗത്തു ദുബിയാനി. ഇമ്പോർട്ടൻ്റ് ആണ്. നാബിയത്തു ദുബിയാനിയുടെ കവിതയുടെ ഒരു ഇനമാണ് അൽ ഇഴ്തിദാരിയാത്ത് എന്നുള്ളത്. അൽ ഖംർ, മറ്റൊന്നാണ് ഖംർ, മദ്യം. വസഫഹ വൽ ഇഫ്തിഖാറു ബി ശുർബിഹ, മദ്യത്തെ വിശേഷിപ്പിക്കുകയും മദ്യപിക്കുന്ന ആ ഒരു കാര്യത്തെ അഭിമാനമുള്ളതായി കാണുകയും ചെയ്യുന്ന രീതി. ഖാസത്തൻ, പ്രത്യേകിച്ചും വ അന്നഹ കാനത്ത് മുർത്തബിത്ത ലദൈഹിം ബിൽ ജൂദി വൽ കർമ്, അവരുടെ അടുക്കൽ മദ്യം എന്നുള്ളത് ഒരു ഔദാര്യമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അൽ ഹിക്മ, യുക്തി. ഹിയ ഖൗലുൻ യൻതജു അൻ തജ്രിബത്തിൻ വ ഖുബ്റത്തുൻ ബിൽ ഉമൂർ, കാര്യങ്ങളുടെ പരിചയം മൂലം അനുഭവം മൂലം ഉണ്ടാകുന്ന വാക്കുകളാണ് ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിൽ ഹിക്മത്തി അസറുൻ ബാലിഗുൻ ഫിൻ നുഫൂസ്, ഹിക്മത്തിന് ഓരോ മനസ്സുകളിലും വളരെ വലിയ സ്വാധീനം തന്നെയുണ്ട്. വഖദ് ഇഷ്തഹറൽ അദീദു മിന ശുഅറാ ബിൽ ഹിക്കമിൽ ബലീഗ, ഒരുപാട് കവികൾ ഹിക്മത്ത് കൊണ്ട് പ്രശസ്തി നേടിയിട്ടുണ്ട്. സുഹൈർ ബിൻ അബി സലമ ഫി മുഅല്ലഖതിഹി, സുഹൈർ ബിൻ അബി സലമ തൻ്റെ മുഅല്ലഖയിൽ ഹിക്മത്തുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിക്മത്തിൽ അറിയപ്പെട്ട മറ്റൊരു കവിയാണ് ലബീദ് ബിൻ റബീഅ. ഖസായിസു ഷിറുൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളുടെ പ്രത്യേകതകൾ. യതമയ്യസു ഷിറുൽ ജാഹിലി ബിൽ ഖസായിസിൽ ഫന്നിയ വൽ മഅനവിയ വൽ മൗളൂഇയ വ മിൻഹ, കലാപരമായും ആശയപരമായും വിഷയത്തെ സംബന്ധിച്ചും ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. അൽ ഇസ്തിത്റാദ് വ തഅദ്ദുദുൽ മൗളൂആത്ത്, ഇസ്തിത്റാദ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് പോകൽ, അതായത് വ്യത്യസ്ത വിഷയങ്ങൾ അവരുടെ കവിതയിൽ ഉണ്ടായിരുന്നു. ഓരോ കവിതയും തുടങ്ങുന്നത് അവരുടെ ഹബീബത്തിൻ്റെ വീടിൻ്റെ അവശിഷ്ടങ്ങളെ സ്മരിച്ചുകൊണ്ടാകാം. പിന്നീടത് നാക്കത്തിനെ, ഒട്ടകത്തെ വിശേഷിപ്പിക്കുന്നുണ്ടാകാം, രാത്രിയെ വിശേഷിപ്പിക്കുന്നുണ്ടാകാം, വേട്ടയാടുന്നതിനെ വിശേഷിപ്പിക്കുന്നുണ്ടാകാം. അങ്ങനെ തുടങ്ങി പിന്നീട് അവസാനമായിരിക്കും അവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക. അതിലൂടെ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ മദ്ഹ് ചെയ്യാനോ അല്ലെങ്കിൽ ഹിജാ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും.
അത്തൊലലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അത്തൊലലിയ എന്നുള്ളത്. അതായത് അൽ വുഖൂഫ് അലൽ അത്ലാൽ, അവശിഷ്ടങ്ങളെക്കുറിച്ച് സ്മരിക്കുക. കൂടുതലായിട്ടും ജാഹിലിയ കാലഘട്ടത്തിലെ മുഅല്ലഖുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാണാം, അവയിലൊക്കെ തൻ്റെ പ്രണയിനിയുടെ വീടുകളുടെ അവശിഷ്ടങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് തുടങ്ങിയിരുന്നത്. മറ്റൊന്നാണ് അത്താബിഉൽ ബദവി. ഒരു ഗ്രാമീണ അല്ലെങ്കിൽ ഒരു നാടോടി ജീവിതമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ കവികൾ നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രകൃതം അവരുടെ കവിതയിലും ഉണ്ടായിരുന്നു. കസറത്തു തസ്വീർ, ഒരുപാട് ചിത്രീകരിച്ചിരുന്നു. അവരുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളെല്ലാം അവർ വസ്ഫ് ചെയ്തിരുന്നു. അൽ വാക്കിയത്ത് വസിദ്ക്ക്, സത്യസന്ധമായുള്ള അവതരണമായിരുന്നു ജാഹിലിയ കവികളുടേത്. എന്താണോ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് അതേപോലെ തന്നെ ചിത്രീകരിച്ചിരുന്നു. അൻ നുസ്അത്തുൽ വുജ്ദാനിയ, നമ്മൾ പറഞ്ഞു ജാഹിലിയ കാലഘട്ടത്തിലെ കൂടുതൽ കവിതകളും ഷിറുൽ വിജ്ദാനിയായിരുന്നു, ഷിറുൽ ഗിനായിയായിരുന്നു. അതായത് അവരുടെ ജാഹിലിയ കാലഘട്ടത്തിലെ കവികൾ അവരുടെ ഫീലിങ്സിനെ ആയിരുന്നു അതിലൂടെ ചിത്രീകരിച്ചിരുന്നത്. അൽ ബിസാത്ത വൽ വുളൂഹ്, ഒരു സിംപ്ലിസിറ്റി ഉണ്ടായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലെ കവികളെല്ലാം ഒരു ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അത് അവരുടെ കവിതയിലും പ്രതിധ്വനിച്ചിരുന്നു. വഹദത്തുൽ ബൈത്ത്, പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു വഹദത്തുൽ ബൈത്ത്. വഹദത്തുൽ ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളിലെ ഓരോ വരികളും സ്വതന്ത്രമായി നിന്നിരുന്നു, പൂർണ്ണമായ അർത്ഥം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബൈത്ത് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിരുന്നു, രണ്ടാമത്തെ വരി അതിന് താഴെയുള്ള വരിയാണെങ്കിൽ അതും പൂർണ്ണമായിരുന്നു. അങ്ങനെ എല്ലാ വരികളും സ്വതന്ത്രമായാണ് നിന്നിരുന്നത്. അതാണ് വഹദത്തുൽ ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ ഈജാസ്, ഈജാസ് എന്ന് പറയുമ്പോൾ ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ ആശയങ്ങളെയും അർത്ഥങ്ങളെയും നീട്ടിപ്പരത്തി പറയാതെ ഒരു ചുരുങ്ങിയ രൂപത്തിൽ ഈജാസോടുകൂടിയാണ് അവതരിപ്പിച്ചിരുന്നത്. കസറത്തുൽ ഹിക്കമു വൽ അംസാൽ, ഒരുപാട് ഹിക്മത്തുകളും മസലുകളും ഉൾപ്പെടുത്തിയിരുന്നു. അൽ ഇൽത്തിസാമു ബി വഹദത്തിൽ വസ്നി വൽ കാഫിയ, ഒരേ വസ്ന് ഒരേ കാഫിയ എന്നുള്ള രീതിയിലായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ രചിച്ചിരുന്നത്. അൽ ഫസാഹത്തു വൽ ജസാല, വളരെ സ്ഫുടമായിട്ടുള്ള പദങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അൻവാഉ നസ്റു ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ ഗദ്യത്തിൻ്റെ ഇനങ്ങൾ. ഫിൽ അസ്റിൽ ജാഹിലി തനവ്വഅ നസ്ർ വ തഅദ്ദദത് അൻവാഉഹു, ജാഹിലിയ കാലഘട്ടത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള നസ്റുകൾ ഉണ്ടായിരുന്നു. അൽ ഖിത്താബ, അൽ ഖസസ്, അൽ അംസാൽ, അൽ ഹിക്കം, അൻ നസ്റുൽ മസ്ജൂർ, അൽ വസ്വായ. അൽ ഖിത്താബ അതായത് പ്രസംഗം. ഹിയ ഫന്നുൻ നസ്രിയുൻ ഖദീമുൻ വ മഷ്ഹൂറുൻ, പ്രശസ്തമായ പഴയ ഒരു കലയാണ്, നസ്രിയായിട്ടുള്ള ഗദ്യരൂപത്തിലുള്ള ഒരു കലയാണ് അൽ ഖിത്താബ, പ്രസംഗം. യുഹ്ദഫു ഇലാ മുഖാദബത്തിൽ ജമാഹിർ, ഇവയിൽ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആളുകളെ അഭിസംബോധന ചെയ്യുക എന്നതാണ്. ഇൽ ഇഖ്നായി വൽ മത്അ, ആസ്വദിപ്പിക്കാനും അതുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും. ഫി ആനിൻ വാഹിദിൻ, ഒരേ സമയം. അതായത് നമ്മൾ സാധാരണ പ്രസംഗം എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ ഒരുപാട് ആളുകളെ അഭിസംബോധന ചെയ്യുന്ന രീതി. ബിസ്തിഖ്ദാമി കലാമിൻ ബലീഗിൻ വ മൂജിദിൻ, വളരെ സംക്ഷിപ്തമായ വാക്കുകൾ ഉപയോഗിച്ച് സ്ഫുടമായ ഭാഷ ഉപയോഗിച്ച് പറയുന്ന രീതി. അൽ ഖസസ്, കഥ. ഹിയ മജ്മുഅത്തു മിനൽ അഹ്ദാസ് യർവീഹൽ കാത്തിബ് വഖദ് തതനാവലു ഹാദിസത്തുൻ വാഹിദ ഔ ഇദ്ദത്തു ഹവാദിസുൻ തതഅല്ലഖു ബി ശഖ്സിയാത്തിൻ ഇൻസാനിയ മുഖ്തലിഫ, വ്യത്യസ്ത ആളുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ വിവരിക്കുന്നതിനെയാണ് നമ്മൾ ഖസസ്, കഥ എന്ന് പറയുന്നത്. അൽ അംസാൽ, ഉപമകൾ. ഹു ഖൗലുൻ മൂജിസുൻ ബലീഗുൻ, വളരെ ചുരുങ്ങിയ സ്ഫുടമായിട്ടുള്ള വാക്കുകളാണ്
അംസാൽ ഉപമകൾ. യഅ്തമിദു അലാ ഹാദിസത്തിൻ ഔ ഖിസ്സ ഔ മുനാസബത്തിൻ ഖീല ഫിഹ, ഏതെങ്കിലും ഒരു കഥ, ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു സന്ദർഭത്തെ ആസ്പദമാക്കിയിട്ടാണ്. വയുദ്റബു ഫിൽ ഹവാദിസിൽ മശാബഹ ലഹ, എന്നിട്ട് അതിനോട് സാദൃശ്യമുള്ള ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ എടുത്തു പറയും. അതിനെയാണ് നമ്മൾ ഉപമകൾ എന്ന് പറയുന്നത്. അൽ ഹിക്കം. അൽ ഹിക്മത്തു ഖൗലുൻ റായിയുൻ, ഹിക്മത്ത് എന്ന് പറയുന്നത് മനോഹരമായ വാക്കുകളാണ്. മുവാഫിഖുൻ ലിൽ ഹഖ് സാലിമു മിനൽ ഹശ്വ്, അതായത് പരുക്കൻ ഭാഷയിൽ നിന്നെല്ലാം സുരക്ഷിതമായ മനോഹരമായ വാക്കുകളാണ് ഹിക്മത്ത്. വഹിയ സമ്രത്തുൽ ഹുൻക വനതീജത്തുൽ ഖുബ്ര വഖുലാസത്തു തജ്രിബ, ഒരുപാട് പരിചയം, അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ് വളരെ സ്ഫുടമായിട്ടുള്ള മനോഹരമായ വാക്കുകളായി വരുന്നത് ഹിക്മത്ത്. അൻ നസ്റുൽ മസ്ജൂർ സജുൽ കുഹാൻ. യുക്സദു ബി സജുൽ കുഹാൻ, സജുൽ കുഹാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹു ഹുവ കലാമുൻ സാദിറും മിൻ അഫ്വാഹിൽ കുഹാൻ, ജ്യോത്സ്യന്മാരുടെ വാക്കിൽ നിന്ന് വരുന്ന സംസാരമാണ്. അല്ലദീന കാനൂ ഫിൽ ജാഹിലിയ യദ്ദഊന മഅരിഫത്തുൽ ഗൈബ്, അവർ വാദിച്ചിരുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ അദൃശ്യം അറിയാൻ കഴിയുമെന്നാണ്. വമിൻ ഖസായിസി ഹാദൽ ഫൻ, ഈ ഒരു കലയുടെ പ്രത്യേകതയാണ് ഐ യതമയ്യസ ബി സജർ കൊണ്ട് സവിശേഷമാക്കുന്നത്. വയത്തസിഫു ബിൽ ഗുമൂദ് വൽ ഗറാബത്ത് ഫിൽ ഉസ്ലൂബ്, ഇതിന്റെ ശൈലിയിൽ തന്നെ ഒരു അപരിചിതത്വം കാണാൻ കഴിയും. അതുപോലെ അവ്യക്തമായിട്ടുള്ള ഒരു ശൈലിയിലായിരുന്നു, അവ്യക്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി സജർ ഉപയോഗിച്ച്, പ്രാസം ഉപയോഗിച്ച് എഴുതുന്ന രീതിയാണ് സജുൽ കുഹാൻ. മറ്റൊരു ഇനമാണ് അൽ വസ്വായ. ഹുവ കലാമുൻ യുറാദു ബിഹി അൻ-നുസ്ഹ് വൽ ഇർഷാദ് സാദിറൻ മിൻ അൽ അൽസുൻ, അതായത് ഉപദേശങ്ങളാണ് വസിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസായ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപദേശങ്ങളാണ്. ഐ യഖൂലുഹു കബീറുൽ ഉംർ, പ്രായം ചെന്ന ആളുകൾ പറയുന്നതാണ്. അല്ലദീ യക്തസിബു തജ്രിബതുഹു ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ ഒരുപാട് പരിചയമുള്ള ആളുകൾ പറയുന്നതാണ്. ഫയൻഖിലു ഹാദൽ കലാം ഇലാ മൻ ഹുവ അസ്ഗറു മിൻഹു, ഇത്തരം സംസാരങ്ങൾ പ്രായം കുറഞ്ഞ ആളുകളിലേക്ക് എത്തിക്കുന്നതാണ്. അല്ലെങ്കിൽ ഔ അഖല്ല മിൻഹു തജ്രിബ, പരിചയ സമ്പത്ത് കുറവുള്ള ആളുകളിലേക്ക് നൽകുന്നതിനെയാണ് നമ്മൾ ഉപദേശം എന്ന് പറയാം. മുതിർന്ന ആളുകൾ താഴ്ന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ പരിചയമുള്ള ആളുകൾ പരിചയം കുറഞ്ഞ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് വസിയത്ത് എന്ന് പറയുന്നത്, വസായ. ഇതും ജാഹിലിയ കാലഘട്ടത്തിലെ ഗദ്യത്തിന്റെ ഒരു ഇനമാണ്. മൻസിലത്തു ഷെയ്റു ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയുടെ സ്ഥാനം. സജ്ലു താരീഖ് വ സഖാഫ, ചരിത്രത്തെയും അതുപോലെ തന്നെ സംസ്കാരത്തെയൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു കവിത എന്നുള്ളത്. അദാത്തുൽ വഹദത്തുൽ വതനിയ, ദേശീയത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ നാടിനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയുള്ള, ഐക്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടൂളായിരുന്നു, ഒരു ഉപകരണമായിരുന്നു കവിത എന്നത്. വസീലത്തുൽ ഫഖ്റി വൽ മഹാദിന, പ്രീതിപ്പെടുത്താനും അഭിമാനം കൊള്ളാനൊക്കെയുള്ള ഒരു മാർഗമായിരുന്നു കവിത എന്നുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിലെ കവികൾ കവിതയെ ഉപയോഗിച്ചിരുന്നത് പല ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ്. ചില സമയത്ത് അവരുടെ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക അവർ കവിതയിലൂടെയാണ്. അങ്ങനെയാണ് അത് പിന്നെ ഭരണകർത്താക്കളിലേക്കും അതുപോലെ തന്നെ അവരുടെ പാർട്ടി വിഷയമായിട്ടൊക്കെ എത്താറ്. അതുപോലെ അവരുടെ സംസ്കാരം, ചരിത്രം എന്ത് നമുക്കറിയാൻ കഴിയണമെങ്കിലും ജാഹിലിയ കാലഘട്ടത്തിലെ കവിത എടുത്തു നോക്കിയാൽ മതി. അവർ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നടക്കുന്നത് അതെല്ലാം കവിതയിലൂടെ ചിത്രീകരിച്ചിരുന്നു. മറ്റൊരു പ്രത്യേകതയാണ് ദീവാനുൽ അറബ്. ദീവാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിതാബുൻ ഔ സജ്ലുൻ, ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു റെക്കോർഡൊക്കെയാണ്. ഇന്ന ഷഅറ യുസജ്ജലു കുല്ലമാ യതഅല്ലഖു ബിൽ അറബി മിൻ ആദാത്തിൻ വ താരീഖ്, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ചരിത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ ശീലങ്ങൾ, അനാചാരങ്ങൾ, അവരുടെ ആചാരങ്ങള്, എല്ലാ കാര്യങ്ങളും അവർ അവരുടെ കവിതയിലൂടെ ചിത്രീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് അശ്ശഅറു ദീവാനുൽ അറബ് എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇദാ ഖറഅതും ശൈഅൻ മിൻ കിതാബില്ലാഹി തആല,
നിങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന്, അതായത് വിശുദ്ധ ഖുറാനിൽ നിന്ന് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഫലം താരിഫൂഹു, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഫത്ലുബൂഹു ഫി അഷ്ആരിൽ അറബ്, നിങ്ങൾ അറബികളുടെ കവിതയിലാണ് പിന്നീട് അത് നോക്കേണ്ടത്. ഇന്ന ഷിഅറ ദീവാനുൽ അറബ്, തീർച്ചയായും കവിത എന്നുള്ളത് അറബികളുടെ ദീവാനാണ്, അറബികളുടെ റെക്കോർഡാണ്. അവരുടെ എല്ലാ സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ജാഹിലിയ കാലഘട്ടത്തിൽ അറബികളുടെ കവിത എന്ന് പറയുന്നത്. ഇനി മൻസിലത്തു ഷാഇറു ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തില് കവികൾക്ക് വലിയ സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. കാന ഷാഇറു ലിസാനുൽ ഖബീലത്തിൽ മുഫഹ്, ഒരു കബീലയിലെ കവി എന്ന് പറയുന്നത് ആ ഒരു ഗോത്രത്തിന്റെ ശബ്ദമായിട്ട് നിലനിന്നിരുന്നു. അവരുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പറയാൻ വേണ്ടി കവിതയിലൂടെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു വ്യക്തിയായിരുന്നു കവി എന്നുള്ളത്. എക്സാമിന് ചോദിച്ചിരുന്നു, ഷാഇർ എന്ന് പറയുന്നത് ലിസാനുൽ ഖബീല, തന്റെ ഗോത്രത്തിന്റെ ഒരു ലിസാനായിട്ട്, ഒരു ഭാഷയായിട്ട്, ഒരു ശബ്ദമായിട്ട് നിലകൊണ്ടിരുന്നു. വകാതിബുഹല്ലദി യുഖല്ലിദുഹാ ഫിത്താരിഖ്, ചരിത്രത്തിലെ ഒരു കവി എന്ന് പറയുന്നത് അവരുടെ കബീലയെ തന്നെ എന്നുമെന്നും നിലനിൽക്കാനും ഓർമ്മിപ്പിക്കാനും കാരണമായ ഒരു വ്യക്തിയാണ്. വൽ ഹക്കമുല്ലദി തഹ്തക്കിമു ഇലൈഹി ഫിൽ ഉമൂരിൽ അഖ്ലിയ വൽ ഹിസിയ, വൈകാരികപരമായിട്ടുള്ള കാര്യങ്ങളിലും ഭൗതികപരമായ കാര്യങ്ങളിലുമെല്ലാം വിധി തേടുന്നത് വരെ കവികളോടായിരുന്നു ഓരോ കാര്യങ്ങളിലും അഭിപ്രായം വരെ ചോദിച്ചിരുന്നത്. ഖാല ഇബ്നു റഷീഖ് അൽ ഖൈർവാനി, ഇബ്നു റഷീഖ് അൽ ഖൈർവാനി പറയുകയുണ്ടായി, കാനത്തിൽ ഖബീലത്തു മിനൽ അറബി ഇദാ നബഗ ഫിഹാ ഷാഇറുൻ, ഏതെങ്കിലും ഒരു ഗോത്രത്തില് ഒരു കവി മികച്ചു വന്നാൽ അത്തത്തിൽ ഖബായിലു ഫഹന്നതഹ, മറ്റു ഗോത്രങ്ങൾ അവിടേക്ക് പോവുകയും ആ ഒരു കവിയെ ആശംസിക്കുകയും ചെയ്യും. വ സനഅത്തിൽ അത്ഇമ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. വജ്തമഇ നിസാഉ യൽഅബ്ന ബിൽ മസാഹിർ കമാ യസ്നഊന ഫിൽ അറാസ്, വിവാഹങ്ങളിലെല്ലാം നടത്തുന്നത് പോലെ പൂക്കളെ കൊണ്ടുള്ള സ്ത്രീകളുടെ ഒരു കളി തന്നെ അവിടെ സംഘടിപ്പിക്കുമായിരുന്നു. വയതബാശറു റിജാലു വൽ വിൽദാൻ, കുട്ടികളും അതുപോലെ തന്നെ വലിയ ആളുകളൊക്കെ വളരെയധികം സന്തോഷിക്കുമായിരുന്നു. ലിഅന്നഹു ഹിമായത്തുൻ ലി അറാലിഹിം, ഒരു കവി എന്ന് പറയുന്നത് അവരുടെ അഭിമാനത്തിനെ കാക്കുന്ന ഒരു വ്യക്തിയാണ്, സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. വദബ്ബുൻ അൻ അഹ്സാബിഹിം, അവരുടെ കുടുംബത്തെ മാനിക്കുന്ന ഒരു വ്യക്തിയാണ്. വതഖ്ലീദുൽ മആസിരിഹിം വ ഇഷാദത്തും ബിദിക്രിഹിം, എന്നുമെന്നും ആ ഒരു കബീലയെ ഓർക്കപ്പെടാനും അവരുടെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാക്കാനും എല്ലാം കഴിവുള്ള ഒരു വ്യക്തിയാണ് കവി എന്ന് പറയുന്നത്. ഖാലൽ മുസ്തശ്രിഖ് നോൾഡിക്, ജർമ്മൻ ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള നോൾഡേക്ക് പറയുന്നു, അഷ്ശാഇറുൽ ജാഹിലി നബിയ്യു ഖബീലത്തിഹി, ജാഹിലിയ കാലഘട്ടത്തിലെ കവി എന്ന് പറയുന്നത് അവരുടെ ഗോത്രത്തിന്റെ ഒരു പ്രവാചകൻ തന്നെയായിരുന്നു. വസഈമുഹാ ഫിസ്സിൽമ്, സമാധാനത്തില് ഒരു നേതാവായിരുന്നു. വബത്ലുഹാ ഫിൽ ഹർബ്, യുദ്ധത്തിൽ ഒരു കവി എന്ന് പറയുന്നത് ആ യുദ്ധത്തിന്റെ നായകനെ പോലെയാണ്. തത്ലുബുർ റഈ ഇൻദഹു ഫിൽ ബഹ്തി മിൻ മറാഇൻ ജദീദിൻ, പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കവികളുടെ അടുക്കലേക്കാണ് ആളുകൾ അഭിപ്രായം തേടാൻ വേണ്ടി പോകാറ്. വബി കലിമത്തിഹി വഹദഹ തുൽറബുൽ ഖിയാമു വതുഹല്ലു കമാ കാന യഹ്ദു റഹാൽ അൽ ഇതാഷ് ഫി തൻകീബി അനിൽ മാ, ഒരു യാത്രക്കാരൻ, വെള്ളം ദാഹിച്ചു വലയുന്ന ഒരു യാത്രക്കാരൻ അദ്ദേഹത്തെ അന്വേഷിപ്പിക്കാൻ വേണ്ടി എങ്ങനെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കാനൊക്കെ കവി പ്രോത്സാഹിപ്പിക്കുന്നത്. ബൽ കാന ഷാഇറു സഫീറ ഖൗമിഹി ലദൽ മുലൂക്ക്, എന്നാൽ രാജാക്കന്മാരുടെ അടുക്കൽ കവി എന്ന് പറയുന്നത് തന്റെ സമുദായത്തിന്റെ ഒരു അംബാസഡറിനെ പോലെയാണ്. ഫയദ്ഖുലു അലാ കിസ്റ വ കൈസർ വൽ ഖസാസിന വൽ മുനാദറ ഖസാസിന സാമ്രാജ്യം, അതുപോലെ തന്നെ കിസ്റ കൈസർ സാമ്രാജ്യം. കിസ്റ എന്ന് പറയുന്നത് പേർഷ്യൻ രാജാക്കന്മാരെ വിളിക്കുന്നതാണ്. കൈസർ എന്ന് പറയുന്നത് റോമൻ രാജാക്കന്മാരെയും സാമ്രാജ്യത്തെയും വിളിക്കുന്നതാണ്. ഇവരുടെ അടുക്കലൊക്കെ പോകാറുണ്ടായിരുന്നു. കമാ കാന നാബിയത്തു വൽ അഴ്ഷ ഗൈരിഹിം, നാബിയത്തു ദുബ്യാനി, അഴ്ഷ, മറ്റു ചില കവികളെല്ലാം. ഫതുഹയ്യു ലഹുൽ മജാലിസ്, എന്നിട്ട് ഇവർ അവിടെ ഒരു സദസ്സ് ഒരുക്കുമായിരുന്നു. വയാറിലു ഖളിയത്തു ഖൗമിഹി വ മതാലിബിഹിം, എന്നിട്ട് തന്റെ സമുദായത്തിന്റെ ആവശ്യങ്ങളും
അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ജാഹിലിയ കാലഘട്ടത്തിലെ കവി അവരുടെ ജനതയുടെ ഒരു അംബാസഡറെ പോലെ ആയിരുന്നു. അബു അമ്രുബുൽ അലാ പറഞ്ഞു, കാന ഷായിറു ഫിൽ ജാഹിലിയ കാലഘട്ടത്തിലെ കവി യുഖദ്ദമു അൽ ഖത്തീബ് ഒരു പ്രാസംഗികനേക്കാൾ മുൻപന്തിയിലാണ്. ലി ഫർത്തി ഹാജത്തിഹിം ഇല ഷീർ അല്ലദീ യുഖയ്യിദു അലൈഹിം മആസിരിഹിം വയുഫഖിമു ശഅനഹും. കവിതയുടെ കവിതയായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ കൂടുതൽ ആവശ്യമുണ്ടായിരുന്നത്. കവിതയിലായിരുന്നു എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരുന്നത്. വയുഹവ്വിലു അലാ അദുവ്വിഹിം വമൻ ഗസാഹും. ആ കവിതയിലൂടെ കവി തന്റെ ശത്രുക്കളെയും തന്നെ ആക്രമിക്കുന്നവരെയും പേടിപ്പെടുത്തിയിരുന്നു. വയുഹയ്യിബു മിൻ ഫുർസാനിഹിം. അതുപോലെ തന്നെ കുതിരപ്പടയാളികളെയെല്ലാം ഭീഷണിപ്പെടുത്തിയിരുന്നു. വയുഹവ്വിഫു മിൻ കസ്റത്തി അദദിഹിം. അവരുടെ അധികമായിട്ടുള്ള ഈ സഖ്യത്തെ ഭയപ്പെടുത്തിയിരുന്നു. വയുഹാബുഹും ഷായിറു ഗൈരിഹിം വയുറാഖിബു ഷായിറുഹും. അതുകൊണ്ട് തന്നെ ഓരോ കബീലയിലെ കവികളെയും മറ്റു കബീലയിലെ കവികൾ വളരെ പേടിച്ചിരുന്നു. മാത്രമല്ല വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ജാഹിലിയ കാലഘട്ടത്ത് മറ്റുള്ളവരെക്കാൾ വലിയൊരു സ്ഥാനം തന്നെ കവികൾക്ക് നൽകിയിരുന്നു. ശുക്രൻ.